നിങ്ങൾ ഫെങ്ഷുയി ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ ഫെങ്ഷുയി ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ എനർജി ലെവൽ മാറും, നിങ്ങളുടെ മനസ്സിന് ശാന്തി ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഇത് നമുക്ക് സ്വയം അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ സ്ഥലത്തെയും എലമെന്റുകളെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാം. അതിൽ ഏറ്റവും ബെറ്റർ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ഉപയോഗിക്കുക. 2 നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻചെയിം ഉപയോഗിക്കുക. 3 വീടിൻ്റെ പുറത്ത് നോർത്തിൽ നല്ല ഒരു മൂവിങ് വാട്ടർ വയ്ക്കുക. അടുത്തത് 4 സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ലക്കി ബാമ്പു പ്ലാന്റ് വയ്ക്കുക. ഈ 4 കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഫെങ്ഷുയി എന്താണെന്ന് മനസ്സിലാക്കാനും ഇതുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും ഈ 4 ടൂളുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഫെങ്ഷുയിയുടെ ചില ടൂളുകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധയാണ്. അപ്പം ഒരുപാട് ബുദ്ധകൾ നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്നെങ്കിലും ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ബുദ്ധ എന്ന് പറയുന്ന ട്രാവലിംഗ് ബുദ്ധയാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബുദ്ധയാണ്. ഇത് ചിരിക്കുന്ന ബുദ്ധൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതിനെ കുബേർ കുഞ്ചി എന്നും ലാഫിൻ ബുദ്ധ എന്നും പല ആൾക്കാർ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഇത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രായമുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നായിരുന്നു. ഇദ്ദേഹം ഓരോ ദിവസവും യാത്രയിലായിരുന്നു. വൈകിട്ടാകുമ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ വരും. ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി വീട്ടുകാർ സ്വീകരിക്കും. അന്നേ ദിവസം ഇദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം വീണ്ടും യാത്രയാവും. അപ്പോൾ ഇദ്ദേഹം ഓരോ ദിവസവും വീടുകളിലേക്ക് വരുംതോറും ഇദ്ദേഹം വരുന്ന നിമിഷം മുതൽ ആ വീട് സന്തോഷത്തിലും സമ്പന്നതയിലേക്കും വരാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് വീടുകളിൽ വെക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു എനർജി വീടുകളിലേക്ക് കിട്ടാൻ തുടങ്ങി. ഇത് ഇത്തരത്തിലുള്ള ചിരിക്കുന്ന ബുദ്ധന്റെ ഒരു സ്റ്റാച്യു, അതുപോലെ പണച്ചാക്കിന്റെ മുകളിലാണ് നിൽക്കുന്നത്. കയ്യിൽ 6 നാണയങ്ങളുണ്ട്. ഇത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കഴുത്തിലൊരു മാലയുണ്ട്. ഇത് സമാധാനത്തെയാണ്, പ്രേയർ മാലയാണ്, സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കയ്യിലുള്ള റൂയി തൊഴിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു മരക്കമുണ്ട്, അത് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഉലു, അതിന്റെ പൂവുമുണ്ട്, ഇത് ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുറകിലൊരു കുടയുമുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധൻ നിൽക്കുന്നതായിട്ടാണ്. ഇതിപ്പോൾ ബഹുഭൂരിപക്ഷം വീടുകളിലുമുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഒരു എനർജിയും കിട്ടുന്നുണ്ട്. ഇനി മറ്റൊരു ബുദ്ധനെ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് ഡ്രാഗൺ ടോർട്ടോയ്സിന്റെ മുകളിലിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധയാണ്. ഇതിന് ഒരു ഡയറക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം കാണിച്ച ബുദ്ധയാണെങ്കിൽ പ്രധാന ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് കാണുന്ന രീതിയിലോ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാവുന്നത്. ഇതാണെങ്കിൽ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ സ്വീകരണമുറിയുടെ നോർത്ത് ഡയറക്ഷനിലോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം. ഇത് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ്. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി സ്വീകരണമുറിയുടെ നോർത്തിലോ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ വെക്കാവുന്നതാണ്.